വെറുതെ വിളിക്കുകയായിരിക്കില്ല. ഒന്നുകിൽ ഇത് പൈശാചികമായ ദുർബോധനമാണ്, അതല്ലെങ്കിൽ ആർക്കോ കൊടുക്കുന്ന വഴി താൻ കൂടി കേട്ടുപോകുന്നതായിരിക്കുന്നു. ആർക്കോ കൊടുക്കുന്ന വഴി താൻ കൂടി കേൾക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഈ വഴീൻ്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്ക്. മീർസക്ക് കൊടുക്കുന്ന വഴിയാണ് മറ്റേ ആൾ കട്ട് കേൾക്കുന്നത്. മിർസ സാഹിബ് മരണപ്പെടുന്നത് 1908 പിന്നെ ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിൻ്റെ ഫസ്റ്റ് വോള്യൂം വരുന്നത് 1938 പിന്നെ അതെന്നെ റിവൈസ് ചെയ്തിട്ട് 1956 വരുന്നു. സ്വാഭാവികമായിട്ട് 56-ലും 36-ലും ഒക്കെ ആയിട്ടുള്ള ആ ഒരു ഘട്ടത്തിൽ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് തന്നെ കൂട്ടിച്ചേർക്കലുകൾക്കുള്ള സാധ്യതകളുണ്ട്. നിങ്ങൾ തന്നെ പറഞ്ഞു. അപ്പോൾ പിന്നെ ചിലപ്പോൾ സാധാരണക്കാരെ ബോധ്യപ്പെടുത്താവുന്ന വളരെ സാധ്യതയുള്ളൊരു സാധനമാണ് 1956 ഒരു 800ഓളം വഹികൾ അഡീഷണലായിട്ട് ആഡ് ചെയ്യുന്നു. ഈ ആഡ് ചെയ്യുന്ന വഹികളിൽ പിന്നെ ഇന്ത്യൻ വിഭജനം പോലും വരുന്നുണ്ടെന്നാണ് പറയുന്നത്. 1956 വരുന്നത്. അപ്പം അങ്ങനെ ഒരു സാധ്യത അവിടെ ഓൾറെഡി നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് വേണം ഈ പുസ്തകം വായിക്കാൻ. ഓക്കെ, ഏതായാലും ആ പുസ്തകത്തെ ഞാൻ ഇതിൻ്റെ ഒരു കോപ്പി കിട്ടുക എന്നുള്ളത് വല്ലാതെ പ്രയാസപ്പെട്ടിരുന്നു. അതിൻ്റെ ഒരു ഫോട്ടോ കോപ്പിയാണ് എനിക്ക് അവസാനം കിട്ടിയത്. ഞാനത് വെച്ച് നല്ലൊരു പഠനം നടത്തുകയും അതിനെക്കുറിച്ചൊരു പുസ്തകം രചിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ അത് ഇൻഷാ അല്ലാഹ് അടുത്ത് പ്രസിദ്ധീകരിക്കപ്പെടും. അപ്പോൾ എനിക്കൊരു നല്ലൊരു പുസ്തകമായിട്ട് എനിക്ക് തന്നെ തോന്നിയൊരു സംഗതിയാണ്. കാരണം ഇദ്ദേഹത്തിൻ്റെ മുഴുവൻ വചനങ്ങളെയുമാണ് നമ്മളതിൽ പരിശോധിച്ചിട്ടുള്ളത്. മുഴുവൻ വചനങ്ങളെയും ഓരോന്നും എടുത്ത് പരിശോധിച്ചൊന്നുമല്ല, പക്ഷേ നമുക്ക് അതിൽ നിന്ന് പരിശോധിച്ചത് മതി ആ വഴികളുടെയൊക്കെ നിലവാരവും അതിൻ്റെ സംബന്ധിച്ചുള്ള പ്രവചനങ്ങൾക്ക് മനസ്സിലാക്കാൻ. ഇതിൽ നമുക്ക് കാണാൻ പറ്റിയ ഹക്കീക്കത്തുൽ വഹിയിലുള്ള ഒരു 73-ാം പേജിൽ 70-ാം പേജിൽ കൊടുത്തുള്ളത് ബിസ്മി കൊണ്ട് തുടങ്ങുന്ന ഒരു 5-8 പേജിൽ നിറയെ ഉള്ളത്. ഇതിൽ 2-3 ഭാഷകൾ നമുക്ക് കാണാൻ കഴിയും. യാ അഹമ്മദ് ബാറക്കല്ലാഹു ഫീഖ് മാ റമൈത്ത ഇത് റമൈത്ത വലാക്കിന്നല്ലാഹ റമ അർറഹ്മാനു അല്ലമൽ ഖുർആൻ ലിതുൻദിറ ഖൗമമ്മ ഉൻദിറ ആബാഉഹും വലി തസ്തബീന സബീലുൽ മുജ്രിമീൻ. അങ്ങനെ പറഞ്ഞിട്ട് അതിൻ്റെ അടുത്ത വരി പറയുന്നത് കുല്ലു ബർക്കത്തിമിൻ മുഹമ്മദ്. അങ്ങനെ അത് അറബി ഭാഷയിലാണ്. പിന്നെ അങ്ങനെ ഖുർആനിലെ കുറച്ച് ഭാഗങ്ങൾ അത് അങ്ങനെ അങ്ങോട്ട്. പിന്നെ പറയുന്നത് കുദാ അബറെ റഹ്മത്ത് ബയാറേദ് യാനെ സറഞ്ചാം ജാഹിലെ ജഹന്നം ബൂദ് കെ ജാഹിൽ നെക്കു ആക്കിബത്ത് കം ബൂദ്. ഇത് പേർഷ്യനാണ്. അടുത്ത വാചകം മേരി ഫതഹ് ഹുയി മേര ഗൽബ ഹുവ. അത് ഉറുദു ആണ്. വോ കാം ജോ തുമ്നെ കിയ ഖുദാ കി മർസി കെ മുവാഫിക് നെഹി ഹോഗ. അത് ഉറുദു ആണ്. അതിൻ്റെ ശേഷം പറഞ്ഞത് ഇല്ലാ അഫുന അൻഖ് ലഖദ് നസർക്കുമുല്ലാഹു ബി ബദറും വ അൻതും അതില്ലത്ത് വഖാലു ഇൻ ഹാദാ ഇല്ലാ ഇഖ്തിലാഫ്. അപ്പോൾ ഇങ്ങനെ കുറേ ഭാഷകളിൽ അതിൽ വഹി കാണാം. ഹക്കീക്കത്തുൽ വഹിയുടെ 73 മുതൽ 108 വരെ പേജുകളിൽ, അല്ലെങ്കിൽ ഒരുപാട് പേജുകളിൽ നമുക്കത് കാണാൻ കഴിയും. അതിൽ തന്നെ 304-ാം പേജിൽ 303, 304-ാം പേജിൽ കുറേ ഇംഗ്ലീഷ് വഴികൾ കാണാം. ആ ഇംഗ്ലീഷ് വഴികളാണ് ഇദ്ദേഹത്തിന് ഏറ്റവും അധികം പ്രയാസം ഉണ്ടാക്കിയത്. അത് 133-ാമത്തെ അടയാളമാണ്. മേ അംഗ്രേസി സെ ബിൽക്കുൽ ബേബഹ്റാഹും. ഞാൻ ഇംഗ്ലീഷ് തൊട്ടു തീണ്ടിയില്ലാത്ത ആളാണ്, തീരെ അറിയാത്ത ആളാണ്. താഹം ഖുദാ താലാനെ ബൈസ് പേഷൻ കോയും ബഗൈർ മുഹൈബ് അംഗ്രേസി മേ മേരെ പർ സാഹിർ ഫർമായാ ഹെ. എന്നാൽ അള്ളാഹു എനിക്ക് ചില പ്രവചനങ്ങൾ എന്ന നിലക്ക് ഇംഗ്ലീഷിലും വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. ബറായിന അഹമ്മദിയയിലെ അത് നേരത്തെ എടുത്തു കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഹക്കീക്കത്തുൽ വഹിയുടെ 303-ാം പേജിൽ പറയുന്നു. അതിതാണ്: ഐ ലവ് യു, ഐ ആം വിത്ത് യു, യെസ് ഐ ആം ഹാപ്പി, ലൈഫ് ഓഫ് പെയിൻ, ഐ ഷാൾ ഹെൽപ്പ് യു, ഐ ക്യാൻ വാട്ട് ഐ വിൽ ഡു, വി ക്യാൻ വാട്ട് വി വിൽ ഡു, God is coming by his army, he is with you to kill enemy, the day shall come when God shall help you, glory be to the Lord,
ഗോഡ് മേക്കർ ഓഫ് എർത്ത് ആൻഡ് ഹെവൻ. ഇത് പ്രസിദ്ധീകരിച്ചപ്പോൾ പഠിച്ചോന് അടിയന്തരമായിട്ടൊന്ന് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലൊക്കെ ഒന്ന് പറഞ്ഞേക്കണ്ടിട്ടുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് മൂപ്പർ പക്ഷേ അതിനൊരു മറുപടി പറയുന്നുണ്ട്. നിങ്ങളത് ചോദിക്കുന്നു മനസ്സിലാക്കിയ ആൾ തന്നെയാണ് ആര്? മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി. അദ്ദേഹത്തെ നമ്മൾ അങ്ങനെ വിടാൻ പറ്റില്ല. അതിലൊരു അടിക്കുറിപ്പ് എടുക്കുന്നുണ്ട്. അന്യഭാഷയിൽ അവതരിച്ച ഇൽഹാമാണിത്. ഈ ദിവ്യ ഇൽഹാം വളരെ വേഗത്തിലാണ് വന്നത്. അതുകൊണ്ട് ചില വാക്കുകൾ സമർപ്പിച്ചിടത്ത് വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. മനുഷ്യരുടെ ചില പ്രയോഗങ്ങൾ അള്ളാഹു സ്വീകരിക്കാത്തതായും ഏതോ കാലത്തെ ഉപേക്ഷിക്കപ്പെട്ട പ്രയോഗങ്ങൾ ഉപയോഗിച്ചതായും കാണുന്നു. ചിലയിടത്ത് അള്ളാഹു മനുഷ്യനിർമ്മിത വ്യാകരണമനുസരിച്ചല്ല സംസാരിച്ചിട്ടുള്ളത്. ഈ NBയിൽ നിന്ന് നമുക്കെന്ത് പറയാനാവും? ഇതിൽ നിങ്ങൾ അഥവാ തെറ്റ് കണ്ടുപിടിച്ചാലും അള്ളാഹു മനുഷ്യനിർമ്മിത ഗ്രാമർ അനുസരിച്ചല്ല, അള്ളാഹുവിന്റെ ഗ്രാമർ അനുസരിച്ചുള്ള ഒരു ഇംഗ്ലീഷാണ്. നമുക്കിത് ആ രീതിയിൽ പരിഗണിക്കുകയും ചെയ്യാം. അള്ളാഹുവിന്റെ ഇംഗ്ലീഷിലെ ഗ്രാമർ എങ്ങനെയാണെന്ന്. പിന്നെ ഇംഗ്ലീഷ് പഠനം എന്ന് പറയുന്നത് ഒരു സിയാൽകോട്ടിലെ കച്ചേരിയിൽ ഗുമസ്തനായി ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സായാഹ്ന ക്ലാസ്സിൽ പോയിട്ട് പഠിച്ച ഇംഗ്ലീഷാണ്. കാരണം ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ ഇംഗ്ലീഷ് കുറേശ്ശെ മനസ്സിലാക്കണമെന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ് നിർബന്ധമുള്ളത് കൊണ്ട് സൗജന്യമായിട്ട് ഇവരെ പഠിപ്പിക്കാൻ വേണ്ടി വൈകുന്നേരം സായാഹ്ന ക്ലാസ് സംഘടിപ്പിച്ചിരുന്നു. അതിൽ വെച്ചുള്ള ഒരു പഠനമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റേതായ പരിമിതി ഏതിലുണ്ടാവും? അദ്ദേഹത്തിന് കിട്ടുന്ന വഴിയിലുണ്ടാവും. പക്ഷേ നമ്മളെ കൊടിയത്തൂരിൽ ഈ സംഗതി ആദ്യകാലത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒന്നും അവതരിപ്പിച്ച് കൊടുത്തപ്പോൾ ഹഖീഖത്തുൽ വഹിയായിരുന്നു അന്ന് എനിക്ക് 2 ആഴ്ചത്തേക്ക് കിട്ടിയത്. അതിൽ നിന്ന് ഇത് വായിച്ചു കൊടുത്തപ്പം നമ്മുടെ എതിരാളിയായ മൗലവി അതിശക്തമായിട്ട് എതിർത്തു. അങ്ങനെ ഒരു വഴിയില്ല, ഗോഡ് ഈസ് കമ്മിങ് ബൈ ഹിസ് ആർമി എന്നുള്ളൊരു വഴിയില്ല. അതുപോലെ അതിലെ ആ വരികളൊക്കെ ഇദ്ദേഹത്തിന് എവിടുന്ന് കിട്ടി, അല്ലെങ്കിൽ ആരോ എഴുതി കൊടുത്തത് വായിച്ചതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അധിക്ഷേപിച്ചു. പക്ഷേ അന്നെൻ്റെ കയ്യിൽ അവരുടേതായ പുസ്തകം കയ്യിലുണ്ടായിരുന്നതുകൊണ്ട് പിറ്റേ ദിവസം വൈകുന്നേരം ഞങ്ങളുടെ പരിപാടി തുടങ്ങുന്നതിൻ്റെ മുമ്പായിട്ട് അവിടെ മേശപ്പുറത്ത് വെച്ച് അങ്ങാടിയിൽ എല്ലാവർക്കും കാണാവുന്ന രൂപത്തിൽ മറച്ചു വെച്ചു. പക്ഷേ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് ആയതുകൊണ്ട് നമ്മളെ ആളുകൾക്കൊക്കെ വായിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ആ പൊതുദർശനത്തിന് വെച്ചതോടുകൂടിയാണ് നാട്ടിൽ അതൊരു എന്താ പറയുക, ആളുകളുടെ സംസാരത്തിൽ പോലും അത് പ്രയോഗത്തിൽ വന്നു. വിത്തീസ് ആർമിയാണോ എന്ന് ചോദിച്ചിട്ട് വിത്തീസ് ആർമി എന്നാണെന്ന് സാധ്യത. അപ്പോൾ അത് അവിടെ ഒരു ചർച്ചാ വിഷയം മാറിയിരുന്നു. അപ്പോൾ എങ്ങനെയാ പറയാം, ഒരു ഇറച്ചി കച്ചവടക്കാരൻ്റെ അടുത്ത് ചെന്നാൽ പോലും എല്ലുള്ളതോ ഇല്ലാത്തതോ വിത്തീസ് ആർമിയാണോ എന്ന് ചോദിക്കുക. അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അപ്പം ജനങ്ങളിലേക്ക് ഈ സംഗതി എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അന്നത്തെ നമ്മുടെ വിജയം. അപ്പോൾ ഇതിലൊരു അദ്ദേഹത്തിന് പറ്റിയ ഒരു അമളി ഇത് വീണ്ടും എടുത്തു കൊടുത്തിട്ടുണ്ട് തദ്കിറയിൽ. കാരണം വഴിയാണല്ലോ. ഇദ്ദേഹത്തിന് പറ്റിയ ഒരു പറ്റ് എന്താണെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് വഴികളുടെ അർത്ഥം മനസ്സിലാക്കാതെ അദ്ദേഹം വിഷമിച്ചൊരു സംഗതി അദ്ദേഹത്തിൻ്റെ കത്തുകളുടെ സമാഹാരത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. മീർ അബ്ബാസ് അലി ഷാ ലുധിയാനവി അദ്ദേഹത്തിൻ്റെ അനുയായിയായിരുന്നു. അദ്ദേഹത്തിന് എഴുതിയ ഒരു കത്ത് പിന്നീട് തദ്കിറയിലുണ്ട്. തദ്കിറയിൽ ആ കത്തപ്പടി കൊടുത്തിട്ടുണ്ട്. ആ കത്ത് ഇതാണ്. എന്തിനാണ് ആയി കൊടുത്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല. ഒരു കത്ത് അതിൽ കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇത് ആളുകളെ സംഗതി ബോധ്യപ്പെടുത്തലായിരിക്കാം. മാന്യനും ആദരണീയനുമായ മീർ അബ്ബാസ് അലി ഷാ ലുധിയാനവി, അസ്സലാമു അലൈക്കും. ഈ ആഴ്ചയിൽ ചില വചനങ്ങൾ ഇംഗ്ലീഷിലും മറ്റും ഇൽഹാമായി അവതരിച്ചിട്ടുണ്ട്. അവയിൽ ചിലത് ഒരു ഹിന്ദു പയ്യനോട് അന്വേഷിച്ചുവെങ്കിലും സമാധാനമുണ്ടായില്ല. ചിലത് അള്ളാഹുവിൽ നിന്ന് തർജ്ജമ സഹിതമാണ് അവതരിച്ചത്. ചില വചനങ്ങൾ ഒരുപക്ഷെ ഹിബ്രുവിലാണ്. എല്ലാറ്റിൻ്റെയും തെറ്റ് തിരുത്തേണ്ടതും ആശയം അറിയേണ്ടതുമുണ്ട്. പറ്റിയവയെല്ലാം ഇപ്പോൾ അച്ചടിയിലുള്ള പുസ്തകത്തിൻ്റെ അവസാന ഭാഗത്ത് ചേർക്കണം. താങ്കൾ എത്രയും പെട്ടെന്ന് അന്വേഷിച്ച് വിവരം അറിയിക്കണം. അപ്പോൾ ഒരാൾക്ക് കത്ത് എഴുതാൻ അയാൾക്ക് അത്യാവശ്യം വിവരം ഉണ്ടാവും മതി അബ്ബാസ് അലിക്ക്. അപ്പോൾ അദ്ദേഹം എഴുതിയ ഒരു ഹിന്ദു പയ്യനോട് ഞാൻ അന്വേഷിച്ചു. അപ്പോൾ അള്ളാഹു വഴി അറിയിക്കുന്നു. എന്നിട്ട് ഇംഗ്ലീഷ് അറിയുന്ന ആരെയും തേടി നടന്നപ്പോൾ ഒരു ഹിന്ദു കുട്ടിയാണ് കണ്ടത്. അപ്പോൾ അവൻ പറയുന്നത് എനിക്കിത് വായിച്ചിട്ട് മനസ്സിലാകുന്നില്ല എന്നാണ്. അതേസമയം ചിലതിന് അള്ളാഹു തന്നെ തർജ്ജമ കൊടുത്തു എന്നുള്ളത് ഒരു ആശ്വാസമായിട്ടും പറയുന്നുണ്ട്.
പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, തെറ്റ് തിരുത്തേണ്ടതും ആശയം അറിയേണ്ടതുമുണ്ടെന്ന്. അള്ളാഹു ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാവൂ ഒരു പ്രവാചകനെ? അതിൽ തെറ്റ് തിരുത്തേണ്ടി വരുന്ന എങ്ങനെ? അള്ളാഹു പറഞ്ഞതിലുള്ള തെറ്റാണോ, അല്ലെങ്കിൽ ഇയാൾ കേട്ടതിലുള്ള തെറ്റാണോ? അപ്പോൾ തെറ്റ് തിരുത്തുന്ന ഏതാണ്? ഒരു വഹീയുടെ ഈ ഒരു പ്രവാചകന്റെ വഹീകൾ എന്ന് പറഞ്ഞു വരുന്ന സാധനങ്ങൾ നന്നായിട്ട് ഒന്ന് പ്രൂഫ് റീഡിംഗ് ഒക്കെ നടത്തിയതിന് ശേഷമേ വായിക്കാൻ പറ്റൂ എന്നുള്ളതാണ് ഒരു പ്രശ്നമുള്ളത്. ഇതൊരു പ്രവാചകന് സ്വാഭാവികമായിട്ട് പ്രൂഫ് റീഡറും എഡിറ്ററും കൂടി കൂട്ടത്തിൽ കൊടുക്കേണ്ടിയിരുന്നു. അതിലൊരു സംഗതി ഉള്ളത് നമ്മളത് മനസ്സിലാക്കേണ്ട കാര്യം. വഹി എന്നൊക്കെ പറയുന്നത് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള പ്രവാചകന്മാർക്ക് അള്ളാഹു കൊടുക്കുന്ന വഹീനെ കുറിച്ചുള്ള നമ്മുടെ ഒരു സങ്കല്പം ഉണ്ടല്ലോ, അതൊക്കെ അങ്ങ് മാറ്റി വെച്ചിട്ട് വേണം ഖാദിയാനി വഹിയിലേക്ക് നമ്മൾ ചെല്ലാൻ. ഒരു ചെറിയ ഉദാഹരണം പറയാം. ഒരിക്കൽ മിർസയുടെ അടുത്ത് വന്നുകൊണ്ട് ഒരാൾ പറഞ്ഞു, പിന്നെ എനിക്ക് ചില വഹികൾ ഇല്ലാമകൾ ഉണ്ടാകുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു അനുയായിയാണ് വന്ന് പറയുന്നത്, നല്ല വേണ്ടപ്പെട്ട ഒരു അനുയായിയാണ്. അയാൾ വന്ന് പറയാണ്, എന്നെ ചിലപ്പോൾ മുഹമ്മദ് എന്ന് വിളിക്കുന്നുണ്ട്, മൂസ എന്ന് വിളിക്കുന്നുണ്ട്, ഇബ്രാഹിം എന്ന് വിളിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ വന്നിട്ട് ചില കാര്യങ്ങളൊക്കെ എന്നോട് പറയുന്നുണ്ട്. അപ്പോൾ മിർസ ഒന്ന് ആലോചിച്ചു എന്താ ഇപ്പോൾ ഇതിന് മറുപടി പറയാമെന്ന്. പക്ഷെ അദ്ദേഹം കൊടുത്ത മറുപടി വളരെ രസകരമായ മറുപടിയാണ്. അദ്ദേഹം പറഞ്ഞു, അള്ളാഹു ഒരാളെ ഇബ്രാഹിമെ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ ഇബ്രാഹിമിൻ്റെ ഏതെങ്കിലും ഒരു ഗുണം അദ്ദേഹത്തിന് നൽകിയിരിക്കും. മുഹമ്മദെ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ മുഹമ്മദിൻ്റെ എന്തെങ്കിലും ഒരു പ്രത്യേകത അവനിൽ ഏൽപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടാവും. വെറുതെ വിളിക്കുകയായിരിക്കില്ല. ഒന്നുകിൽ ഇത് പൈശാചികമായ ദുർബോധനമാണ്, അതല്ലെങ്കിൽ ആർക്കോ കൊടുക്കുന്ന വഴി താൻ കൂടി കേട്ടു പോകുന്നതായിരിക്കും. ആർക്കോ കൊടുക്കുന്ന വഴി താൻ കൂടി കേൾക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഈ വഴീൻ്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്ക്. മീർസക്ക് കൊടുക്കുന്ന വഴിയാണ് മറ്റേ ആൾ കട്ട് കേൾക്കുന്നത്, എന്നിട്ട് അയാൾ തെറ്റിദ്ധരിക്കുകയാണ്. റോങ് നമ്പറൊക്കെ പോകുന്ന വഴിക്കുന്ന വഴി മാറിപ്പോകുന്നു. അപ്പോൾ ഈ വഹീനെ കുറിച്ചുള്ള നമ്മുടെ ഒരു സങ്കല്പത്തിനെ നമ്മൾ മാറ്റി വെച്ചുകൊണ്ട് വേണം മിർസയുടെ വഹിയെ കാണാൻ. പിന്നെ അദ്ദേഹം വേറൊരാൾ വന്നിട്ട് പിന്നെ ഒരാളെ പറ്റി പറയുന്നത്, ചിറാഗുദ്ദീൻ ജമ്മൂബി എന്ന് പറഞ്ഞ ആൾ പ്രവാചകത്വം വാദിച്ച് ഇയാളുടെ കൂട്ടത്തിൽ നിന്ന് പിരിഞ്ഞു പോയി. അപ്പോൾ അതിനെക്കുറിച്ച് ഇയാളോട് ആരോ ചോദിച്ചു, ചിറാഗ് നല്ലൊരു അനുയായി ആയിരുന്നല്ലോ, ആത്മാർത്ഥമുള്ള ആളായിരുന്നല്ലോ ചിറാഗുദ്ദീൻ എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി കൊടുത്ത മറുപടി എന്താ അറിയോ? ചിറാഗുദ്ദീൻ നല്ല മനുഷ്യനായിരുന്നു, അദ്ദേഹത്തിന് പട്ടികൾക്ക് എല്ലും കഷ്ണം ഇട്ട് കൊടുക്കുന്നത് വരെ അള്ളാഹു ചില വഴികളൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് വലിയ കാര്യമാണെന്ന് കരുതി അയാൾ അഹങ്കരിച്ചു. മറിച്ച് കിട്ടിയത് വെച്ചുകൊണ്ട് അദ്ദേഹം മാന്യമായിട്ടും മൃദുവായിട്ടും അല്ലെങ്കിൽ ഒരു ആളോട് വിധേയത്വത്തോടും കൂടി അദ്ദേഹം നിന്നിരുന്നെങ്കിൽ കൂടുതൽ ലഭിച്ചേനേന്ന്. അപ്പോൾ പട്ടികൾക്ക് എല്ലാം കഷ്ണം ഇട്ട് കൊടുക്കുന്ന പോലെയാണ് വഴി കൊടുക്കുന്ന അള്ളാഹ്. അപ്പോൾ അള്ളാഹാണത് കൊടുക്കുന്നത്. ഇതാണ് വഴിയുടെ അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് ഇനി ബേജാറാണ്ടില്ല. പിന്നെ ഇതൊക്കെ വായിക്കുമ്പോൾ ഇങ്ങനെ കേട്ടാൽ മതി. എന്താണ് വാക്യങ്ങൾ താഴെ കൊടുക്കുന്നു? കത്തിൻ്റെ തുടരുകയാണ്. പ്രഷ്യൻ ഉമർ പിറാത്തൂസ് പിലാത്തോസ്. പിലാത്തോസ് ആണോ പിലാത്തോസ് ആണോ എന്ന് ഇൽഹാമിൻ്റെ വേഗത കൊണ്ട് മനസ്സിലായിട്ടില്ല. ഉമർ അറബി വാക്കാണ്, പിറാത്തോസ് പേർഷ്യൻ എന്നീ പദങ്ങളുടെ ഭാഷയും അവയുടെ അർത്ഥവും അന്വേഷിച്ചറിയണം. പിന്നെ 2 വാക്കുകൾ ഹുവ ഷാന നഴ്സ, ഏത് ഭാഷയാണെന്ന് പോലും മനസ്സിലായില്ല. ഇംഗ്ലീഷ് ഇവയാണ്. ആദ്യം അറബി വാക്യം, യാ ദാവൂദ് ആമിൽ ബിന്നാസി റഫ്ഹം വ ഹിസാന, യു മസ്റ്റ് ഡിഡ് വാട്ട് ഐ ടോൾഡ് യു. ഞാൻ പറഞ്ഞത് നീ ചെയ്യണമെന്ന് ഉറുദു വാക്യവും ഇൽഹാമിയാണ്. അതിനുശേഷം ഒരു ഇംഗ്ലീഷ് വാക്യമുണ്ട്, അതിൻ്റെ തർജ്ജമ ഇൽഹാമി അല്ല. ആ ഹിന്ദു പയ്യൻ പറയുകയാണ്, വാക്യങ്ങളുടെ പഴമ കൊണ്ട് കാര്യങ്ങൾ മനസ്സിലാകുന്നില്ല എന്ന്. അതുകൊണ്ട് കാര്യമായി ശ്രദ്ധിക്കുക. ഇൽഹാം ഇതാണ്, ദോ ആൾ മെൻ ഷുഡ് ബി ആംഗ്രി ബട്ട് ഗോഡ് ഈസ് വിത്ത് യു, ഹീ ഷാൽ ഹെൽപ്പ് യു, വേർഡ്സ് ഓഫ് ഗോഡ് നോട്ട് ക്യാൻ ബി എക്സ്ചേഞ്ച്. തർജ്ജമ അദ്ദേഹം കൊടുക്കുന്നുണ്ട്, എല്ലാ ആളുകളും വെറുത്താലും ദൈവം നിൻ്റെ കൂടെ ഉണ്ടാകും, അവൻ നിന്നെ സഹായിക്കും, അള്ളാഹുവിൻ്റെ വചനങ്ങൾ മാറ്റാൻ കഴിയും. അതന്നെ. ഇംഗ്ലീഷിൽ മറ്റൊരു ഇൽഹാമിൽ അല്പമേ അറിയൂ, മുഴുവൻ കേട്ടിട്ട് മനസ്സിലായില്ല. ഐ ഷാൾ ഹെൽപ്പ് യു. എന്നാൽ പിന്നീട് യു ഹാവ് ഗോട്ട് ടു അമൃതസർ എന്നുണ്ട്. പിന്നീടുള്ള വാക്യത്തിൻ്റെ അർത്ഥം മനസ്സിലായിട്ടില്ല. ഹീ ഹാൾസ് ഇൻ ദി ജില പെഷാവർ. ഈ വാക്യങ്ങൾ തെറ്റ് തിരുത്തി എഴുതുക, എന്നിട്ട് എത്രയും പെട്ടെന്ന് മറുപടി അയക്കുക. പറ്റുമെങ്കിൽ പുസ്തകത്തിൻ്റെ അവസാന താളുകളിൽ ഇവയും ചേർക്കാമല്ലോ.
ഈ പറ്റുമെങ്കിൽ എന്ന് പറയുന്നതിൽ വേറൊരു കാര്യമുണ്ട്. മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി ഒരുപാട് ആളുകളുടെ മരണം പ്രവചിച്ചിരുന്നു. അപ്പോൾ കോടതി ഇടപെട്ടിട്ട് കോടതി പറഞ്ഞു ഇനി മേലാൽ ഇത്തരം പ്രവചനങ്ങൾ പ്രസിദ്ധീകരിക്കരുത്. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തോട് ഒപ്പിട്ട് വാങ്ങി ഒരു കരാർ പത്രം. അപ്പം പറഞ്ഞ അള്ളാഹു ഇനി അറിയിച്ചാലും ഞാനത് പറയില്ല. എന്താണ്? അപ്പോൾ നിനക്ക് അവതരിപ്പിച്ച് തരുന്നത് നീ പ്രബോധനം ചെയ്യുക എന്നാണ് പ്രവാചകന്മാരോടൊക്കെ പറഞ്ഞിട്ടുള്ളത്. ബല്ലിഗ് മാ ഉൻസില ഇലേക്ക്. പക്ഷേ മിർസയെ സംബന്ധിച്ചിടത്തോളം അത് നേരെ കോടതിയിൽ കൊണ്ടുപോയി കാണിക്കണം. അങ്ങനെ സമ്മതിച്ചാൽ മാത്രമേ അദ്ദേഹത്തിന് പ്രസിദ്ധീകരിക്കാൻ പറ്റുള്ളൂ. അതാണ് പറ്റിയതല്ല എന്നുള്ളതിൻ്റെ സൂചന എന്ന് എനിക്ക് തോന്നുന്നു. പിന്നീട് സംഭവിച്ചത് പക്ഷേ ബേസിക്കലി അദ്ദേഹം ഒരു നിഷ്കളങ്കൻ കൂടിയായിരുന്നു ചില ഘട്ടത്തിലും തോന്നിപ്പോകുന്നുണ്ട്. കാരണം ഈ തനിക്ക് കിട്ടിയ വഹി എന്ന് എന്തോ വാട്ടവർ ഏതായാലും അത് തെറ്റിതിരുത്താൻ വേണ്ടി ഒരാൾക്ക് അയച്ചു കൊടുക്കുന്നു. ഗ്രാമർ മിസ്റ്റേക്ക് ആദ്യം തന്നെ ഒരു ഹിന്ദു പയ്യനെ കാണിച്ചു, കറക്റ്റ് ആവാം, മൂപ്പർക്ക് അത് മനസ്സിലാവുന്നില്ല, ആർക്കും മനസ്സിലാവുന്നുള്ള നല്ലൊരു എക്സ്പേർട്ടിന് അയച്ചു കൊടുക്കുന്ന ആ കത്ത് പോലും പബ്ലിഷ് ചെയ്യാനുള്ള ഒരു അക്കാദമിക സത്യസന്ധത മൂപ്പർ കാണിക്കുന്നുണ്ട്. അതൊരു നിഷ്കളങ്കതയുടെ ഭാഗവും കൂടിയായിരിക്കും ഒരു പക്ഷേ. ഓക്കെ, ഏതായാലും ഈ അബ്ബാസ് അലി ഷാ ലുധിയാനവിക്ക് കത്ത് കിട്ടിയപ്പോൾ അദ്ദേഹം ഒന്ന് ആലോചിച്ചു, 20 വർഷമായി ഞാൻ ഇദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട്. പക്ഷേ ഇദ്ദേഹം ഇപ്പോൾ എന്നോട് ആവശ്യപ്പെടുന്നത് അദ്ദേഹത്തിന് ലഭിച്ച അള്ളാഹുവിൽ നിന്ന് ലഭിച്ചു എന്ന് പറയുന്ന വഴികളുടെ അർത്ഥം എന്താണെന്ന് അന്വേഷിച്ചുകൊണ്ടാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബുദ്ധി കുറച്ചുകൂടി നന്നായിട്ട് ചിന്തിച്ചിട്ടുണ്ടാവും. അദ്ദേഹം എന്ത് ചെയ്തു? മിർസ ഖാദിയാനിക്ക് മറുപടി കൊടുത്തു, ഞാൻ നിങ്ങളുമായിട്ടുള്ള എല്ലാ ബന്ധവും വിച്ഛേദിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മിർസക്ക് അത് വലിയ ക്ഷീണമുണ്ടാക്കി. കാരണം അദ്ദേഹത്തിനോടൊപ്പം സഹവസിച്ചിരുന്ന അദ്ദേഹം മിർസയ്ക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നോട്ടീസ് അച്ചടിച്ചിട്ടുണ്ട്. പണക്കാരനായതുകൊണ്ട് അദ്ദേഹത്തിന് പണം ഉപയോഗിച്ചിട്ട് തന്നെ അദ്ദേഹം ഒരുപാട് നോട്ടീസുകൾ അച്ചടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടപ്പോൾ ഇയാൾക്ക് അദ്ദേഹത്തിന് പ്രയാസമായി. അങ്ങനെ ചിലർ ചോദിച്ചു, നിങ്ങൾ നേരത്തെ അവതരിച്ചിട്ടുള്ള ചില വഴികൾ മീർ അബ്ബാസ് അലി ഷാ ലുധിയാനവിയെ പറ്റിയായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇപ്പോഴെന്ത് പറയുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ അതെന്തായിരുന്നു സംഭവം? ഈ അബ്ബാസ് അലിയെക്കുറിച്ച് അദ്ദേഹത്തിന് ഒരു വഴി വന്നിരുന്നു, അസ്ലുഹ സാബിത്തും വ ഫറഉഹ ഫിസ്സമാകും. അതായത് ഉറച്ച നിലപാടുള്ള ആൾ, അത് പിന്നെ ആകാശത്ത് ശാഖകളുള്ളത്, ആകാശമുട്ടെ വളർന്നിട്ടുള്ള. ഇത് പറഞ്ഞിട്ടുള്ളത് വിശുദ്ധ ഖുർആനിലെ വാചകം പറഞ്ഞിട്ടുള്ളത് കലിമത്തുൻ തയ്യിബയെക്കുറിച്ചാണ്. ഇത് പറയുന്നത് മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനിക്ക് ഇതേ വഴി വന്നപ്പോൾ, ഇതേ വാചകങ്ങൾ വന്നപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിച്ചത് ഇദ്ദേഹത്തിൻ്റെ അടിയുറച്ച നിലപാടുകളെക്കുറിച്ചാണ് എന്ന് അദ്ദേഹത്തെ പറഞ്ഞിട്ടും ഇപ്പോൾ എങ്ങനെ അയാൾ പോയി സ്വാഭാവികമായിട്ടും ആൾക്കാർ ചോദിക്കും. അപ്പോൾ മിർസ സാഹിബ് ആസ്മാനി ഫൈസല എന്നുള്ള പുസ്തകത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഇതാണ്, ആ വഴി വന്നപ്പോൾ തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത് സ്ത്രീലിംഗമായിട്ടാണല്ലോ ഉപയോഗിച്ചത്. അപ്പോൾ ഒരു സ്ത്രൈണ സ്വഭാവം, അല്ലെ ഉറച്ചു നിൽക്കാത്ത ഒരു സ്ത്രീ സ്വഭാവം ഈ അബ്ബാസ് അലിക്കുണ്ട് എന്ന് എനിക്ക് അന്നേ തോന്നിയിട്ടുണ്ടെന്ന്. ഇതിൽ ഒരു പ്രശ്നം കൂട്ടത്തിൽ ഞാൻ ഒരു ചരിത്ര വിദ്യാർത്ഥി എന്നുള്ളവർക്കും നേരത്തെ പറഞ്ഞതിലൊരു അഡീഷൻ പറയണം തോന്നുന്നു. സ്ത്രീ, അതായത് ദളിത് വിരുദ്ധ പരാമർശമുണ്ട്, യൂറോപ്യൻസിനെ കുറിച്ചുള്ള ഒരു വംശീയ പരാമർശമുണ്ട്, ഇപ്പോൾ സ്ത്രീ വിരുദ്ധ പരാമർശം കൂടി ആയിക്കഴിഞ്ഞു. സ്ത്രീകൾ ഇവരൊക്കെയാണ് എന്നൊരു ഓരോരോ സാധനങ്ങൾ തെളിഞ്ഞു. സ്ത്രീ വിരുദ്ധം തന്നെയാണ്. അസ്ലുഹ എന്ന് സർവനാമം സ്ത്രീലിംഗത്തിൽ ഉപയോഗിച്ചത് ഇദ്ദേഹത്തെക്കുറിച്ചായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അസില് അല്ലെങ്കിൽ അവളുടെ അസിൽ എന്നാണല്ലോ പറയുക. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് കലിമത്തും തയ്യിബയെക്കുറിച്ചായതുകൊണ്ടാണ് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്, സ്ത്രീലിംഗം തന്നെയാണ്. പക്ഷേ അത് ഇവിടെ എത്തിയപ്പം അബ്ബാസ് അലി ഷാ ലുധിയാനവിയെക്കുറിച്ചാണ് എന്ന് ഇദ്ദേഹം പറഞ്ഞു. സ്വാഭാവികമായിട്ടും അതിന് പിന്നെ വീണിടത്ത് പൂച്ച വീണ പോലെ 4 കാലിൽ വീഴാനുള്ള ശ്രമമാണ് മൂപ്പര് നടത്തുന്നത്. എന്തായാലും ആ കാലത്ത് വനിതാ കമ്മീഷനും ദളിത് കമ്മീഷനും ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ പറഞ്ഞപ്പോൾ ഓർത്ത്, നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്ത്രീവിരുദ്ധ പരാമർശമാണല്ലോ അത്. ഏതായാലും അങ്ങനെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം അതിന് രക്ഷപ്പെടുകയാണ്. അപ്പോൾ പിന്നെ ഇത് സംബന്ധമായിട്ട് അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പിന്നെയും വഴികൾ ഒരുപാട് വന്നിട്ടുണ്ട്, പലരോടും ചോദിച്ചിട്ടുണ്ട്, അതൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഇദ്ദേഹം കുറച്ച് സൂക്ഷ്മത പാലിച്ചിട്ടുണ്ടാവും.
ഇങ്ങനെ ദീർഘമായി കത്തെഴുതിയിട്ടൊക്കെ ആളുകൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു വഴിയുടെ അവസ്ഥ.